ഹായ്. കഴിഞ്ഞ ദിവസം എങ്ങനെയാണ് എനിക്ക് ജോബ് കിട്ടിയത് എന്നുള്ള കാര്യങ്ങൾ ഞാൻ പറയുകയുണ്ടായി. ഒരു ജോബ് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 1, 2 മാസത്തിനുള്ളിൽ തന്നെ നമ്മൾ ചിലപ്പോൾ ഇതുപോലൊരു കോൾ നടത്താറുണ്ടോയെന്ന് ഒന്ന് ശ്രദ്ധിക്കുക. ഹലോ, എടാ എനിക്കൊരു 2000 കടം തരാമോ? അടുത്ത സാലറി ഡേറ്റ് ആകുമ്പോഴത്തേക്കും തിരിച്ചു തരാം. ഈ രീതിയിൽ കോൾ ചെയ്യുന്നവരുണ്ടാവാം, കോൾ ചെയ്തിട്ടുള്ളവരുണ്ടാവാം. അപ്പോൾ അതിൻ്റെ ഒരു അതെങ്ങനെ എന്താണ് എന്നുള്ളതാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. നമ്മൾക്ക് ഒരു എമൗണ്ട് കയ്യിൽ വരുമ്പോൾ, ഒരു നിശ്ചിത എമൗണ്ട് കയ്യിൽ വരുമ്പോൾ, നമ്മൾ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ മാക്സിമം അഫോർഡബിൾ റേഞ്ചിലുള്ള ഒരു പർച്ചേസിങ്ങിലേക്കായിരിക്കും പോവുക. ഇത് നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ആയിരിക്കും ചെയ്യുന്നത്. സ്പെൻഡ് ചെയ്തത് അത് സാലറി ഇല്ലായിരുന്ന സമയത്ത് എങ്ങനെയാണോ എമൗണ്ട് സ്പെൻഡ് ചെയ്തിരുന്നത് അതേ മോഡൽ തന്നെ സ്പെൻഡ് ചെയ്യാം. 3 മാസത്തെ മിനിമം 3 മാസത്തെ എമൗണ്ട് എങ്കിലും നമ്മൾ ബഫറായിട്ട് കീപ്പ് ചെയ്യുക. നമ്മൾ സ്പെൻഡ് ചെയ്യുമ്പോൾ അങ്ങനെ കീപ്പ് ചെയ്തതിന് ശേഷം നമ്മൾ സ്പെൻഡ് ചെയ്യുന്നത് ഫസ്റ്റിലത്തെ മാസത്തിലെ എമൗണ്ട് മാത്രം അലോക്കേറ്റ് ചെയ്ത് സ്പെൻഡ് ചെയ്യുക. അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് 2 മാസത്തെ ബഫർ എമൗണ്ട് ബഫറിൽ കിടപ്പുണ്ട്. 1 മാസത്തെ നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റും. ആ മന്തിൽ തീർന്നു കഴിയുമ്പോഴത്തേക്കും നെക്സ്റ്റ് സാലറി ഈ ബഫറിന്റെ കൂടെയൊക്കെ ആഡ് ഓൺ ചെയ്ത് വന്നോളും. അപ്പോൾ ഒരു ബഫർ എപ്പോഴും അവിടെ കിടക്കുകയും ചെയ്യും. നമുക്ക് ഒരു അർജന്റ് കേസ് വന്നാലും ആ ബഫറിൽ നിന്നെടുത്ത് ചിലവാക്കുകയും അടുത്ത സാലറി വരുമ്പോഴത്തേക്കും ഈ ബഫറിലേക്ക് ഫില്ല് ചെയ്യുകയും ചെയ്യാം. അങ്ങനെ ചെയ്യുമ്പോൾ ഒരു പരിധി വരെ നമുക്ക് ഈ ഇഷ്യൂസ് സോൾവ് ചെയ്യാൻ പറ്റും. മറ്റൊരിൽ നിന്ന് കടം വാങ്ങാതെ തന്നെ നമുക്ക് കണ്ടിന്യൂ ചെയ്ത് പോകാനുള്ള ഒരു സിറ്റുവേഷൻസ് ഉണ്ടാകും. നമ്മൾ ഒരു എമൗണ്ട് കിട്ടുന്ന സമയത്ത് മാക്സിമം അഫോർഡബിൾ റേറ്റിലേക്ക് കയറി നമ്മൾ പർച്ചേസ് ചെയ്യുന്നതിനാണ് ലൈഫ് സ്റ്റൈൽ ഇൻഫ്ലേഷൻ എന്നാണ് പറയുക. ഇത് നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ജസ്റ്റ് ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.